അലിയായി വാഴുന്നോരീശ്വരൻ തിരുനാഗങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ കോളനികളായിരുന്നു ഇന്ത്യയെ പോലുള്ള ചൈനയെ പോലുള്ള രാഷ്ട്രങ്ങൾ. കറുപ്പ് എന്നാണ് അതിന്റെ പേര്. ഇംഗ്ലീഷിൽ അതിന് ഒപ്പിയം എന്ന് പറയും. എന്നാൽ ഭരണാധികാരി ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു ചൈനയിൽ ഇത് നടപ്പിലാക്കാൻ അത് സമ്മതിച്ചില്ല. ഒടുവിൽ എന്ത് ചെയ്തു? ഈ ലീൻ സെക്സ് എന്ന് പറയുന്ന ഈ ഭരണകർത്താവ് തന്റെ അനുചരന്മാരോട് കൂടിയിട്ട് ഏകദേശം 20,000 ഐക്യരാഷ്ട്ര സംഘടന 1987 ഡിസംബർ 7 നടന്ന ജനറൽ അസംബ്ലിയിലാണ് എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ലഹരി മുക്ത ലോകം എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലഹരി എന്നത് ലോക ജനതയെ ബാധിക്കുന്ന ബഹുമുഖമായ വെല്ലുവിളിയാണ്. വ്യക്തിപരമായും സാമൂഹികമായും അതിസങ്കീർണമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാ പ്രായക്കാരിലും ലഹരി ഉപയോഗം അപകടകരമായ പരിണിതഫലം ഉണ്ടാക്കുന്നു. എങ്കിലും കുട്ടികളിൽ ലഹരി ഉപയോഗം തലച്ചോറിനെ ബാധിച്ച് അടിമത്തത്തിന്റെ അപകട സാധ്യത കൂട്ടുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുമെന്നും ഞാൻ തിരിച്ചറിയുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ഞാൻ ഉൾക്കൊള്ളുകൊണ്ട് മറ്റുള്ളവരോടും അത് പറയാൻ objective of this day is to make the entire world free from drug abusing. We should spread awareness about drug abusing and to fight this social evil. Just say no to drugs. Thank you. സഭ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു. ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല. ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് ശപഥം ചെയ്താൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. The evidence is clear. Invest in prevention. That is the theme today. Invest in prevention. This year's event is meant. Environment Day. How was Environment Day? You put a sapling, you put water, that's over. June 5th is over. The plant is dying. There's no one to water it. Where's the plant? Where are the plants? 2020 was planted.